കണ്ടുകൊണ്ടിരിക്കുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് ആണ്. അതിന് മറ്റൊരു മെത്തേഡ് പ്രൂഫ് ബൈ കേസസ്. Suppose we would like to prove a theorem of the form h1 distinction h2 distinction etc distinction hn implies c. Since നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, h1 ഡിസ്റ്റിങ്ഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഡിസ്റ്റിങ്ഷൻ ആണ്, കൺജങ്ഷൻ അല്ല. കുറെ കേസുകളിലെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് അത് ട്രൂ ആണെന്ന് നോക്കണം. അതിന്റെ ഇംപ്ലൈസ് കൺക്ലൂഷൻ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. Since h1 conjunction h2 conjunction etc conjunction hn implies c is equivalent to, നമുക്കറിയാം ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂൾ ആയിട്ട് h1 implies c conjunction. അപ്പൊ അത് ഓരോ ഹൈപ്പോതെസിസും ഡിസ്റ്റിങ്ഷൻ എടുത്തിട്ട് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ നല്ലത്. ഓരോ ഇംപ്ലിക്കേഷൻ ആക്കി മാറ്റാം. h1 implies c conjunction h2 implies c conjunction hn implies c. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റിന്റെ നോക്കിയാൽ മതി. അപ്പൊ എന്ത് മനസ്സിലായി? ദ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇതിന് ഇക്വലന്റ് ആണ് ഇത്. അപ്പോ ദ സ്റ്റേറ്റ്മെന്റ് h1 distinction h2 distinction etc distinction hn implies c, അത് ട്രൂ ആണെന്ന് നോക്കുന്നതിന് പകരം that is true if and only if each implication, നമ്മൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത ഓരോ ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ, hi implies c is true. ഓരോ ഇംപ്ലിക്കേഷനും ട്രൂ ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുന്നതിന് പകരം റൈറ്റ് ഹാൻഡ് സൈഡിൽ എളുപ്പമുണ്ട്. ഓരോ ഇംപ്ലിക്കേഷൻ ആണ്, അത് ട്രൂ ആണെന്ന് നോക്കിയാൽ മതി. ഓരോ ഇംപ്ലിക്കേഷനും ട്രൂ ആണെന്ന് നോക്കിയാൽ മതി. Consequently, we need only prove that each implication is true. നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഓരോ ഇംപ്ലിക്കേഷനും ശരിയാണോ നോക്കണം. Such a proof is a proof by cases. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് proof by cases. ഒരു എക്സാമ്പിൾ നോക്കാം. Let capital A, B and C be three inhabitants of the island described in example 1.3.2 1.32. എക്സാമ്പിൾ 3 പറയുന്നത് അതാണ് പറയുന്നത് two inhabitants are of same type if they are both knights and knaves. Suppose അതായത് നൈറ്റ്സ് അവര് എപ്പോഴും സത്യമേ പറയുള്ളൂ, നെയിംസ് അവരെപ്പോഴും നുണയെ പറയുള്ളൂ. ഇതാണ് എക്സാമ്പിൾ 1.32 പറഞ്ഞ കണ്ടീഷൻ. ഇനി ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത, എ പറയാണ്, എ എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് അറിഞ്ഞൂടാ. എ പറയാണ് P is name and B says A and C are of the same type. We have to prove that C is a name. അപ്പോൾ പ്രൂഫ് ബൈ കേസസ് ആണ് ചെയ്യുന്നത്. നമുക്കറിയില്ല എ ആരാണെന്ന്. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് എന്തെന്ന്, എനെ ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് കേസിൽ നൈറ്റ് ആയിട്ട് എടുക്കും, സെക്കൻഡ് കേസിൽ നെയിം ആയിട്ട് എടുക്കും. We suppose that first case, suppose A is night. A night ആണെങ്കിൽ നൈറ്റിന്റെ പ്രത്യേകത എന്താ? എക്സാമ്പിൾ 1.32 പറയുന്നത് നൈറ്റ് always says truth. നൈറ്റ് എപ്പോഴും സത്യം പറയുള്ളൂ. Since night always tell the truth, his statement that B is a name is true. അപ്പോൾ നമ്മൾ പറയുന്നത് A നമ്മൾ എടുത്തു കേസ് കൊണ്ട് പ്രകാരം നൈറ്റ് ആണെന്ന്. ഇപ്പൊ ഞാൻ നൈറ്റിനെ KNT എഴുതുന്നു കേട്ടോ, നൈറ്റ് ആണെന്ന് എടുത്തു ഫസ്റ്റ് കേസിൽ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് എ പറയാണ്, എ ഇപ്പൊ നൈറ്റ് ആണല്ലോ, നൈറ്റ് പറയാണ് B is name. എ എപ്പോഴും സത്യമേ പറയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പ്രകാരം എ എപ്പോഴും സത്യമേ പറയുള്ളൂ. അപ്പൊ എ പറയാണ് B നെയ്വ് ആണെന്ന്. അപ്പൊ B നെയ്വ് ആയിരിക്കണം അല്ലെ? B നെയ്വ് ആണെന്ന് പറയുന്നത് എന്താ അർത്ഥം? B എപ്പോഴും നുണ പറയുന്ന ആളായിരിക്കണം. B is നെയ്വ്. എ എപ്പോഴും സത്യം പറയുന്നതുകൊണ്ട് എ പറയുന്നു B നെയ്വ് ആണെന്ന്. അപ്പൊ അത് സത്യമായിരിക്കണം, B നെയ്വ് ആയിരിക്കണം. ഞാൻ അതിനെ KNV എന്ന് വിളിക്കുന്നു, നെയ്വ്. then B പറയാണ്, ഇപ്പൊ B നെയ്വ് ആണോ, B പറയാണ് A and C are same type. B എപ്പോഴും നുണയെ പറയുള്ളൂ നെയ്വ് ആയതുകൊണ്ട്. ഈ നെയ്വ് പറയുന്നത് എന്താണ്? എയും സിയും സെയിം ടൈപ്പ് ആണെന്ന്. അപ്പൊ അത് തെറ്റാ, എയും സിയും ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കണം. എയും സിയും ഡിഫറെന്റ് ടൈപ്പ്. അപ്പൊ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ ഇപ്പൊ നൈറ്റ് ആണ്, B പറഞ്ഞു എയും സിയും സെയിം ടൈപ്പ് ആണെന്ന്. B എപ്പോഴും നുണയെ പറയുള്ളൂ.
അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ എയും സിയും ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ എ നൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ സപ്പോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബി എന്തായിരിക്കും, സി എന്തായിരിക്കണം, നെയ്വ് ആയിരിക്കണം. സി ഈസ് നെയ്വ്. നമുക്കത് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് സി ഈസ് നെയ്വ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ദെൻ കേസ് നമ്പർ 2. സപ്പോസ് എ ഈസ് നെയ്വ്. എ നെയ്വ് ആണെങ്കിൽ എ എപ്പോഴും എന്താ പറയുള്ളൂ, നെയ്വ് എപ്പോഴും നുണയെ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എ നെയ്വ് ആയിട്ട് എടുക്കും. എ നെയ്വ്, എ ഈസ് നെയ്വ്. ഓക്കെ, നെയ്വിനെ കെ എൻ വി തന്നെ കൊടുക്കണേ, നെയ്വ് ആയിട്ട് എടുത്തു. ഇനി ഈ എ പറഞ്ഞൊരു വാചകമുണ്ട്, സപ്പോസ് എ സൈസ് ബി ഈസ് നെയ്വ്. അപ്പോൾ ബി നെയ്വ് ആണെന്നാണ് ആര് പറഞ്ഞ, എ പറഞ്ഞ. എ നുണ മാത്രമേ പറയുള്ളൂ. അപ്പൊ ബി നെയ്വ് ആണെന്ന് പറഞ്ഞ വാചകം തെറ്റാണ്. അപ്പൊ ബി ആരായിരിക്കണം, ബി നൈറ്റ് ആയിരിക്കണം. ബി നൈറ്റ് ആയിരിക്കണം. നോക്കാം, സപ്പോസ് എ ഇസ് നൈറ്റ്, then his statement that is B is night. Since night always tell the truth, B statement is truth. അപ്പോൾ ഇനി ഇവിടെ പറയേണ്ടത് എന്താ, ഇനി ബി ആണ് പറയണത്. ബി പറയണത് എയും സിയും സെയിം ടൈപ്പ് ആണെന്നാണ്. ബി ഇപ്പൊ ആരാണെന്ന് കിട്ടി, നൈറ്റ് ആണെന്ന് കിട്ടി. നൈറ്റ് എപ്പോഴും സത്യം പറയുള്ളൂ. സത്യം പറയുന്നത് പറഞ്ഞാൽ എയും സിയും സെയിം ടൈപ്പ് ആണെന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ സി എന്ത് പറയണം, എക്കും സിയും ഒരേ ടൈപ്പ് ആയിരിക്കണം. എ എന്തായിരുന്നു ഇവിടെ, നെയ്വ് ആയിരുന്നു. അപ്പൊ സി എന്തായിരിക്കണം, നെയ്വ് ആയിരിക്കണം. നെയ്വ് ആയിരിക്കണം. അപ്പൊ എന്തായി, സി ഇവിടെയും നെയ്വാണ്, സി ഇവിടെയും നെയ്വാണ്. അതാണ് നമുക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ കേസ് ആയിട്ട് തിരിച്ചിട്ട് പ്രൂവ് ചെയ്തു. അതാണ് പ്രൂഫ് ബൈ കേസസ് എന്ന് പറഞ്ഞാൽ. The next one is existence proof. Theorems of the form there exists x p of x are also occur in mathematics. To prove such a theorem, we must establish the existence of an object A for which p of A is true. And there exists p of x. ചില ഇത് ഒരു തത്വം പറയും, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ പറയും. അതനുസരിക്കുന്ന രീതിയിൽ ഒരു എക്സ് ഉണ്ട്, അതായത് പി ഓഫ് എക്സ് എന്തോ അതനുസരിക്കുന്ന രീതിയിൽ there exists x, ഒരു എക്സ് ആവാം, കുറച്ച് എക്സുകളാവാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കത് നോക്കാം. അക്കോർഡിംഗ്ലി സച്ച് എ പ്രൂഫ് ഈസ് ആൻ എക്സിസ്റ്റൻസ് പ്രൂഫ്. നമുക്ക് കാണിക്കണം, ഒരു എക്സ് ഉണ്ടെന്ന് കാണിക്കണം. നമുക്ക് നോക്കാം. There are two kinds of existence proof. First one, the constructive existence proof and the non-constructive existence proof. If we are able to find a mathematical object B such that P of B is true, such an existence proof is a constructive proof. Constructive proof എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാണ് ഒരു കാര്യം. ഒരു ബി എന്ന നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ബി എന്ന നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയാൽ, എങ്ങനെ ബി പി ഓഫ് ബി ഇസ് ട്രൂ, പി എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, പി ഓഫ് ബി ഇസ് ട്രൂ വരുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. Prove that there is a positive integer. Prove that there is a positive integer that can be expressed in two different ways as the sum of two cubes. നമ്മൾ പറഞ്ഞിട്ടുള്ളത് there is a positive integer. ഒരു പോസിറ്റീവ് ഇന്റിജർ ഉണ്ട്. എങ്ങനെ ആ പോസിറ്റീവ് ഇന്റിജറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, എങ്ങനെ ഇൻ ടു ഡിഫറെന്റ് വേസ് ആസ് ദ സം ഓഫ് ടു ക്യൂബ്സ്. രണ്ട് ക്യൂബ്സിന്റെ സമ്മായിട്ട് രണ്ട് വ്യത്യസ്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് അങ്ങനത്തെ നമ്പർ ഉണ്ടെന്ന് കാണിച്ചാൽ മതി, എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്നത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണ് there exists എന്ന് പറഞ്ഞ അർത്ഥം. By the discussion above, all we need is to produce a positive integer b that has the required property. നോക്കാം, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്പറാണ്, നിങ്ങൾക്ക് അറിയാലോ, രാമാനുജന്റെ നമ്പറാണിത് 1729. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, നിങ്ങളത് വായിച്ചു നോക്കണം. സിൻസ് നോക്കാം 1729, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. ഇതേ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. അതേ നമ്പറിനെ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു, 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. അപ്പൊ എന്തുണ്ടായി, 1729 എന്ന നമ്പറിനെ രണ്ട് രീതിയിൽ, രണ്ട് നമ്പേഴ്സിന്റെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ടു ഡിഫറെന്റ് വേസ് ആസ് ദ സം ഓഫ് ടു ക്യൂബ്സ്. കണ്ട, രണ്ട് ക്യൂബുകളുടെ സമ്മായിട്ട് ഇവിടെ എഴുതി, ഇവിടെ രണ്ട് ക്യൂബുകളുടെ സമ്മായിട്ട്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് നമ്പേഴ്സാ, വ്യത്യസ്ത രീതിയിലാണ് ഡിഫറെന്റ് വേസിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായി, ഒരു
പോസിറ്റീവ് ഇൻഡിജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോസിറ്റീവ് ഇൻഡിജറിനെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ രണ്ട് ക്യൂബ്സിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അങ്ങനത്തെ നമ്പറിലും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങൾ പല ക്ലാസ്സിലും കണ്ടിട്ടുള്ള കാര്യങ്ങളാണിത്. പല കഥകളായി രാമാനുജനെ കുറിച്ചുള്ള ഇൻസ്പിറേഷൻ കഥകളായി കേട്ടിട്ടുള്ള കാര്യമാണ്. വായിച്ചു നോക്കണം. മറ്റൊന്നാണ് നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ്. A non-constructive existence proof of the theorem there exists P of x does not provide us with an element A for which P of A is true. നമുക്ക് ഇങ്ങനെ ഒരു ഏത് എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. But rather establishes its existence by an indirect method, usually construction. നമുക്ക് നോക്കാം. Usually contradiction. ഒന്ന് ഓർത്ത് വയ്ക്കുക എന്ത് സംഭവം. Prove that there is a prime number greater than P. അപ്പോ ഇവിടെ ഒരു പ്രൈം നമ്പർ ഉണ്ട് മൂന്നേക്കാൾ വലിയൊരു പ്രൈം നമ്പർ ഉണ്ടെന്നാ കാണിക്കണ്ടേ. അപ്പൊ ഇവിടെ പ്രൂവ് ചെയ്തത് ഇങ്ങനെയാണ്. നോൺ കൺസ്ട്രക്റ്റീവ് പ്രൂഫ്. സപ്പോസ് there are no primes greater than 3. നമുക്ക് മൂന്നേക്കാൾ വലിയ പ്രൈം നമ്പർ ഉണ്ടെന്ന് കാണിക്കണം. നമ്മൾ അസ്യൂം ചെയ്യുന്നു there are no primes greater than 3. അപ്പൊ മൂന്നിനേക്കാൾ വലിയൊരു പ്രൈം ഞാൻ പറഞ്ഞ പ്രൈം നമ്പേഴ്സ് പിന്നെ ഏതൊക്കെ വരാം? 3 താഴെ 2ഉം 3ഉം. കാരണം ഒന്ന് എടുക്കാൻ പറ്റില്ല. ഒന്ന് ഒരു പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. മൂന്നിനേക്കാൾ താഴെ ആയിരിക്കും വരുള്ളൂ. There are 2 and 3 ആണ് മൂന്ന് താഴെ പ്രൈം നമ്പേഴ്സ്. Since every integer greater than 2 can be expressed as a product of power of primes. നിങ്ങൾക്കറിയാം ഏതൊരു പോസിറ്റീവ് ഇൻഡിജറിനെയും രണ്ടിനേക്കാൾ മേലെ ഏതൊരു പോസിറ്റീവ് ഇൻഡിജറിനെയും നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എക്സ്പ്രസ് ചെയ്യാൻ. ദാറ്റ് ഈസ് എവറി കോമ്പോസ് നമ്പർ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്, ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പൊ നമുക്ക് ഏതൊരു നമ്പറിനെയും രണ്ടിന് മേലെ ഏത് നമ്പറിനെയും നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ എന്ത് മനസ്സിലായി? 25 എന്ന നമ്പർ ഞാൻ എടുത്തു. 25 എനിക്ക് എങ്ങനെ എഴുതാനേ പറ്റുള്ളൂ? 5 സ്ക്വയറിന് എഴുതാനേ പറ്റുള്ളൂ അല്ലെ? അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഈ 5 എന്തായിരിക്കണം? അതൊരു പ്രൈം നമ്പർ ആയിരിക്കണം. കാരണം അതാണല്ലോ പറയുന്നത് രണ്ടിനേക്കാൾ മേലെ ഏത് നമ്പറിനെയും നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ 25 5 സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? ഈ 5 ഒരു പ്രൈം ആയിരിക്കണം. നമ്മൾ പറഞ്ഞ പ്രകാരം എന്താ 25 എനിക്ക് എഴുതാൻ പറ്റുന്നത് 2ന്റെയും 3ന്റെയും ടേബിൾ മാത്രമേ എഴുതാൻ പറ്റാൻ പാടുള്ളൂ. പക്ഷെ 2ന്റെയും 3ന്റെയും ടേബിൾ 25 എഴുതാൻ പറ്റില്ല. 2 3 25 ഫാക്ടേഴ്സ് അല്ലല്ലോ. അപ്പൊ 25 എനിക്ക് 5 സ്ക്വയർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 5 ഒരു പ്രൈം ആയിരിക്കണം. അപ്പൊ എന്ത് മനസ്സിലായി? 2 3 മാത്രമല്ല മനസ്സിലായി. അപ്പൊ ഈ 5 ഒരു ഫൈവ് ഒരു പ്രൈം ആയിരിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കണ്ട. 25നെ ഈ നിലവിൽ പ്രകാരം രണ്ട് പ്രൈമുകൾ നമ്മൾ കൊടുത്തിട്ടില്ല, 2ഉം 3ഉം. അപ്പൊ ഈ 25ന് എനിക്ക് 2ന്റെയും 3ന്റെയും ഫാക്ടേഴ്സ് എഴുതാൻ പറ്റണം. എനിക്ക് എഴുതാൻ പറ്റണില്ല. അപ്പൊ ഇത് മനസ്സിലായി? 2 3 മാത്രമല്ല പ്രൈംസ് അല്ല, വേറെ ഏത് പ്രൈംസ് ഉണ്ട്. ആ പ്രൈംസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇവിടെ കണ്ടുപിടിച്ചത് 2 3 മാത്രമല്ല പ്രൈം നമ്മൾ കണ്ടുപിടിച്ചു. Then 2 and 3 are the only primes. Since every integer that is equal to 2 can be expressed as a product of powers of prime, 25 must be expressed as a product of powers of 2 and 3. 23നെ 2ന്റെയും 3യുടെയും പവർ എഴുതാൻ പറ്റണമായിരുന്നു. That is 25നെ that is 25 is equal to 2 raised to i into 3 raised to j for some integers I and j. But neither 2 nor 3 is a factor of 25. So 25 cannot be written in the form of 2 raised to i 3 raised to j. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഈ കോൺട്രഡിക്ഷൻ കാരണം എന്തായിരുന്നു? നമ്മൾ എടുത്തത് മൂന്നിനേക്കാൾ വലിയ ഒരു പ്രൈം ഇല്ല നമ്മൾ എടുത്തിട്ടാണ് കോൺട്രഡിക്ഷന് കാരണം. അപ്പൊ മൂന്നിനേക്കാൾ വലിയ പ്രൈംസ് ഉണ്ട്. Counter example is the statement every girl is a brunette. Every girl is a brunette. True or false? ഇത് ശരിയാണെന്നാണ് നോക്കേണ്ടത്. ഡാർക്ക് ബ്രൗൺ ഹെയർ ഉള്ള പെൺകുട്ടികളെയാണ് ബ്രൂണറ്റ് എന്ന് വിളിക്കുക. എല്ലാ ഗേൾസിനും അങ്ങനെയാണോ? പറയണത് എങ്ങനെയാണ്? എവറി ഗേൾ, എല്ലാ ഗേൾസിനും ഡാർക്ക് ബ്രൗൺ ഹെയർ ഉണ്ട് എന്നാണ് പറയണത്. പക്ഷെ അത് തെറ്റാന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതൊരു ഒരു പെൺകൊച്ചിനെ വിളിച്ചിട്ട് അവൾക്ക് വെളുത്ത ഹെയർ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതിനാണ് കൗണ്ടർ എക്സാം എന്ന് പറയാ. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു എല്ലാവർക്കും ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല എന്ന് കാണിക്കണം. ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ ഫസ്റ്റ് ഇയറിലെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റിനോട് പറഞ്ഞാൽ ഒരു കുട്ടീൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. ഒരു
പ്രശ്നക്കാരനായ ഒരു കുട്ടീൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്താൽ, ഒരു പ്രശ്നക്കാരിയെ കുട്ടീൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തീരം തെറ്റി, എല്ലാ ഫെസ്റ്റീവ്സും നല്ല കുട്ടികളല്ല എന്നായി. അതിനാണ് കൗണ്ടർ എക്സാമ്പിൾസ് എന്ന് പറയാം. More generally, suppose we would like to show that the statement for all x p of x is false. നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ, for all x p of x ന്റെ negation എന്താ പറയാ, for all x മാറിയിട്ട് there exists x ആവും. Then ഈ negation ഉള്ളിലോട്ട് കൊടുക്കണം, negation of p of x. എല്ലാ ഏത് x എടുത്താലും p of x ട്രൂ ആണ് എന്നതിന് പകരം p of x തെറ്റായ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയാം. The statement for all x p of x is false if there exists an item x in the UD എന്ന് പറയുന്ന universe of discourse for which the predicates p of x is false. Such an object x is called the counter example. അപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ശരിയാണെന്ന് പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയാം. Thus, to disprove the proposition for all x p of x, as we need to produce a counterexample C for which p of c is false. Example നോക്കാം. The number theorists dream of finding formula that they generate prime numbers. നമുക്ക് 2, 3, 5, 7, 11 ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണെന്ന് അറിയാം. പക്ഷെ ഒരു പ്രൈം നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കലാണ് ഏതൊരു നമ്പർ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നമ്പർ തിയറിയാണ് അടുത്ത മൊഡ്യൂൾ തൊട്ട്. അപ്പോൾ ഏതൊരു നമ്പർ തിയറിയിലെ ശാസ്ത്രജ്ഞന്റെയും ആഗ്രഹം അതാണ്, ഒരു പ്രൈം നമ്പർ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഓയിലർ കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണ് E of x is equal to n square minus n plus 41. പക്ഷേ ഈ ഫോർമുല എപ്പോഴും ശരിയല്ല. n is equal to 1 to 40 വരെ ഇത് ശരിയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ n പകരം ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആയിരിക്കും. n പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 minus 1 0 plus 41 പ്രൈം നമ്പറാണ്. 2 കൊടുത്താൽ 3 കൊടുത്താൽ അങ്ങനെ 40 വരെ കൊടുത്ത് കിട്ടുന്നത് എന്താണ്? പ്രൈം നമ്പർ തന്നെ കിട്ടുക. പക്ഷേ n 41 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ 41 സ്ക്വയർ ആണ്. അതെന്തല്ല? പ്രൈം നമ്പർ അല്ല. മനസ്സിലായോ? അപ്പോ നമുക്ക് ഈ ഫോർമുല തെറ്റാണെന്ന് കാണിക്കാൻ എന്താ ചെയ്തത്? നമ്മള് ഒരു n കണ്ടുപിടിച്ചു. എങ്ങനെ? E of n ഒരു പ്രൈം നമ്പർ അല്ലാത്ത രീതിയിൽ. അപ്പൊ 41 എന്ന് പറയുന്നത് ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. അതുപോലെ 1640 ഫെർമാറ്റ് പറഞ്ഞു f of n is equal to 2 raised to 2n plus 1 are prime numbers for all non-negative integers n. ഫെർമാറ്റ്സ് അവകാശപ്പെടുന്നത് എങ്ങനെയാണ്? f of n is equal to 2 raised to 2n plus 1. അത് ഒരു n ഏത് നോൺ നെഗറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 ഉള്ള നമ്പേഴ്സ് n ഏത് നോൺ നെഗറ്റീവ് ഇൻഡിജർ കൊടുത്താലും ഈ കിട്ടുന്നത് ഒരു പ്രൈം നമ്പർ ആയിരിക്കുന്നതാണ് ഫോർമാറ്റ് അവകാശപ്പെട്ടത്. ശരിയാണ്. f of 0 3 ആണ്. f of 1 കൊടുത്തു കഴിഞ്ഞാൽ 5 ആണ്. f of 2 17 ആണ്. ഒക്കെ ശരിയാണ്. പക്ഷെ വേറൊരു മാത്തമാറ്റീഷ്യൻ ഓയിലർ പറഞ്ഞു ഈ തിയറം തെറ്റാണ്. അദ്ദേഹം എത്ര ചെയ്തുള്ളൂ? f of 5 കണ്ടുപിടിച്ചു. f of 5 is equal to 2 raised to 5 plus 1. അതെന്ന് പറയുന്നത് ഈ നമ്പർ ആണ്. ഈ നമ്പർ എന്തല്ല? പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? ഈ കിട്ടുന്ന നമ്പർ ഈ നമ്പറിനെ എനിക്ക് രണ്ടെണ്ണത്തിന് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. അപ്പോ ഈ നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? 1 ഉണ്ട്, ഈ ഫുൾ നമ്പർ ഉണ്ട്, 641 ഉണ്ട്, 6700417 ഉണ്ട്. അപ്പൊ ഇതൊരു പ്രൈം നമ്പർ അല്ല, ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഈ ഫോർമാറ്റ് കണ്ടുപിടിച്ച ഈ തിയറം, ഈ ഫോർമുല തെറ്റാണ് എന്ന് ആര് പ്രൂവ് ചെയ്തു? ഓയിലർ പ്രൂവ് ചെയ്തു. എന്ത് ഉപയോഗിച്ചിട്ട്? കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ അതും കൗണ്ടർ എക്സാമ്പിൾ ഉദാഹരണമാണ്. Then prime numbers of the form 2 raised to n plus 1 are called format primes. ഇതിനാണ് ഫോർമാറ്റ് പ്രൈംസ് എന്ന് പറയാം. അത് ഓർത്തിരിക്കണം. നമ്മൾ ഇനി ഇതോടുകൂടി ഈ മൊഡ്യൂൾ തീരാണ്. അടുത്ത മൊഡ്യൂൾ നമ്പർ തീരാണ്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇതാണ് ആ രാമാനുജനെ കുറിച്ചുള്ള ആ കഥയുടെ ബാക്കി. ഇതാണ്